ആലുവ പറൂർക്കവലയിൽ മദ്യപിച്ചുണ്ടായ തർക്കത്തിനിടെ ഒരാൾ കല്ലിന് അടിയേറ്റ് മരിച്ചു. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇന്നലെ മദ്യപിച്ച് എന്തോ തർക്കവരുണ്ടായിരുന്നു. അപ്പൊ അതിനെ സംബന്ധിച്ച് ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പിണങ്ങി തമ്മിൽ അടിപിടി കൂടിയിൽ പ്രതിയുടെ കയ്യിലിരുന്ന ഒരു കത്രി പോലെയുള്ള എന്തോ ഒരു മൂർച്ചയുള്ള ഉപകരണമാണെന്നാണ് പറയുന്നത്. കണ്ടിരുന്ന സാക്ഷി പറയുന്നത് അത് വെച്ച് നെഞ്ചു ഭാഗത്തോട്ട് കുത്തിയിട്ടുണ്ട്. കുത്തിയതിന് ശേഷം അയാളെ കുറച്ച് നടന്നങ്ങോട്ട് മാറിയതിന് ശേഷം അവിടെ വീഴുകയാണ് ചെയ്തത്. പിന്നെ ഇത് കണ്ടിരുന്ന ആൾക്കാർ അപ്പോൾ തന്നെ ഒരു ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് അത് പോലീസിൽ ഇൻഫോം ചെയ്തു. പോലീസ് വരുന്ന സമയത്ത് ഇയാള് ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് നാട്ടുകാർ തടഞ്ഞു നിർത്തി. അങ്ങനെ ഇപ്പൊ നമ്മൾ നിലവിൽ കസ്റ്റഡി എടുത്തിട്ടുണ്ട്. അപ്പോൾ പോക്കറ്റിലെ ചെറിയ കത്തിരി അങ്ങനത്തെ ഫുൾ കുത്തിയതിൻ്റെ. അപ്പോൾ വേറെ കസ്റ്റമർ വന്നു, തിരിച്ച് അവിടെ വന്നു. അവിടെ കസ്റ്റമർ ഉണ്ടായി. പിന്നെ രണ്ടുപേര് കസ്റ്റമർ അവിടെ ചായ കുടിക്കാൻ വന്നു. ഉടനെ അവിടെ കണ്ട് ഉടനെ പോയിട്ടുണ്ട്. അപ്പോൾ രണ്ട് കസ്റ്റമർ നോക്കാതെ ഇവിടുന്ന് പോലീസിലെ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. പോലീസ് വന്ന സമയത്ത് തന്നെ പോകാൻ മതി. അല്ല, മരിച്ചില്ല. അവിടെ നന്നായി വന്നത് അവിടെ വന്നിട്ട് ഈ സമയത്ത് മരിച്ചില്ല. അപ്പോൾ ഉടനെ കോളാക്കി പോലീസിനെ. പോലീസ് ഈ സമയത്ത് വന്നില്ല, കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ ആംബുലൻസിനെ വന്നത്, ആംബുലൻസ് കൊണ്ടുപോയതിന്. അപ്പോൾ രണ്ട് മലയാളി ആൾക്കാരെ ഒരുമിച്ച് പോയാൽ. എബിൻ ജോസിയാണ്. എബിൻ, എന്തൊക്കെയല്ലേ രാവിലെ കേൾക്കുന്ന വാർത്ത? എബിൻ, എന്താണ് സംഭവം? ഇത് വാക്ക് തർക്കത്തിൽ ഉണ്ടായ കൊലപാതകമാണോ? അതിനപ്പുറമുണ്ടോ? ആരാണ് മരിച്ചത്? ആരാണ് കൊലപാതകി? എബിൻ, ഹാഷ്മി, കൊല്ലപ്പെട്ടയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഏകദേശം 70 വയസ്സ് പ്രായം തോന്നിക്കുന്ന ആളാണ്. ഈ കൊലപാതകം നടത്തിയത് പറവൂർ സ്വദേശി ശ്രീകുമാർ എന്നയാളാണ്. ദൃക്സാക്ഷികൾ പറയുന്നത് ഇന്നലെ രാത്രി ഇരുവരും തമ്മിൽ മദ്യപിച്ചിരുന്നു. ഇതേ തുടർന്ന് തർക്കമുണ്ടായി. ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് കൊലപാതകം ഉണ്ടായത്. ഈ തർക്കത്തെ തുടർന്നാണ് ശ്രീകുമാർ ഈ ആളെ കുത്തിയത് എന്നാണ് ദൃക്സാക്ഷികളെല്ലാം പറയുന്നത്. ശ്രീകുമാറിനെ സംഭവ സ്ഥലത്തു നിന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഏകദേശം 70 വയസ്സ് പ്രായമുള്ള ആളാണ്. ഇയാളെക്കുറിച്ചുള്ള അന്വേഷണവും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അശ്വിൻ, വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഒരാൾ കല്ലിനടിയേറ്റ് കൊല്ലപ്പെട്ടു. വാക്ക് തർക്കത്തിൽ കൊന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. വാക്ക് തർക്കം മാത്രമല്ല, അവർ ഒരുമിച്ചിരുന്ന് മദ്യപിച്ചതാണ്. അപ്പോൾ ഈ പലപ്പോഴും നമ്മൾ പറ്റുന്ന ഒരു കാര്യം പല വാർത്തകളുടെയും പിന്നിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, വളരെ സമാധാനമായി പോകുന്നു. പെട്ടെന്നൊരു പ്രകോപനം ഉണ്ടാകുമ്പോൾ ഈ ദേഷ്യം നിയന്ത്രിക്കണമെന്ന് പലപ്പോഴും പറയുമ്പോൾ നമ്മളത് അത്ര കാര്യമാക്കാറില്ല. ഇതുപോലെ എന്തെങ്കിലും ആയിരിക്കാം, നമുക്കറിയില്ല. ചിലപ്പോൾ സുഹൃത്തുക്കളായിരിക്കാം. കൂടുതൽ വിവരങ്ങൾ ഇനി വരും മണിക്കൂറുകളിൽ ഈ വാർത്തയുടെ പറവൂർക്കവലയിൽ ഉണ്ടായ കൊലപാതകത്തിന്റെ വിവരങ്ങൾ നമുക്കറിയാൻ കഴിയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.